സംസ്ഥാനത്തെ ഒരു മുതിർന്ന വോട്ടറെ പരിചയപ്പെടാം. ശതാബ്ദി പിന്നിട്ട പുത്തൂർ ചെറുമങ്ങാട് ദ്വാരകയിലെ സരോജിനി മുത്തശ്ശിക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 100 നാവാണ്. വോട്ടവകാശം ലഭിച്ച നാൾ മുതൽ 105-ാം വയസ്സിലും വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മുത്തശ്ശിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. ലോക്സഭാ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നാടും നാട്ടുകാരെല്ലാം തന്നെ വലിയ ആവേശത്തിലുമാണ്. ഇവിടെ 105-ാം വയസ്സിലും വോട്ടിടാനായി തയ്യാറെടുക്കുന്ന ഒരു മുത്തശ്ശിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ പുത്തൂരാണ്. സരോജിനി അമ്മ എന്നാണ് മുത്തശ്ശിയുടെ പേര്. നമുക്ക് ചോദിച്ചറിയാം, വോട്ടിടാനുള്ള തയ്യാറെടുപ്പൊക്കെ എങ്ങനെയാണ്? വോട്ടിടാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഒരു തീരുമാനം ഉണ്ട്. ആ തീരുമാനം അനുസരിച്ച് വോട്ട് ചെയ്യുക. ഇവിടെ വോട്ട് അഭ്യർത്ഥിച്ച് ആൾക്കാരെ നമ്മുടെ നാട് പുരോഗമിക്കണം. നാടിന്റെ പുരോഗതിക്കായിരിക്കും നമ്മുടെ വോട്ട്, അല്ലേ? ഒരുപാട് പേര് സമീപിക്കാറുണ്ടോ? രാഷ്ട്രീയക്കാരെല്ലാം വന്ന് ഉണ്ട്. എല്ലാവരും വന്ന് ചോദിക്കും, നമുക്ക് വോട്ട് തരണേ. എങ്ങനെയാ എല്ലാ വർഷവും വോട്ടിടാനായിട്ട് പോയതൊക്കെ എങ്ങനെയായിരുന്നു? വോട്ടിടാൻ കഴിഞ്ഞ വർഷം കാറിനകത്ത് കൊണ്ടുപോയത്. എന്നാലും ഈ ഒരു 105-ാം വയസ്സിൽ അമ്മയ്ക്ക് വോട്ടിടാനൊക്കെ കഴിയുന്നുണ്ടല്ലോ. എന്ത് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ? അതിന്റെ ഒരു സന്തോഷമുണ്ട്. പോയി ഒന്ന് ഇടണമെന്ന് താല്പര്യമുണ്ട്. ഇത്രയും നാളായിട്ട് ഏതെങ്കിലും വോട്ട് മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. എവിടെയായാലും വോട്ടിടാനായിട്ട് വോട്ട് അങ്ങനെ നേരത്തെ ഞങ്ങള് പത്തനാപുരം താമസിച്ചിരുന്നു. അവിടെ ഇതുമായിരുന്നു. പിന്നെ ഇവിടെ വന്നതൊക്കെ നന്നായിട്ട് ഉച്ചയ്ക്ക് സ്കൂളിലെത്തില്ല. അത് അടുത്തായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ശകലം പോലെ ഇനിയിപ്പോ ഇവിടെ വന്നപ്പോഴാ 2 പ്രാവശ്യം പോയതും കൊച്ചു മക്കൾ കൊണ്ടുപോയത്. ഞങ്ങൾ ആരും കൊണ്ടുപോവുകയാണെങ്കിൽ പോയിരുന്നെന്ന് ആഗ്രഹമുണ്ട്. സരോജിനി അമ്മ പറയുന്നത് വോട്ട് വിലപിടിപ്പുള്ളതാണ്, എന്ത് റിസ്ക് എടുത്താലും പോയി വോട്ട് ചെയ്യും എന്നാണ്. അപ്പം അമ്മ ഈ ഒരു 105-ാം വയസ്സിലും ഇതുപോലെ ഒരു മുത്തശ്ശിയാണ് വീട്ടിലുള്ളത്. വലിയ സന്തോഷം ഞങ്ങൾക്ക്. അമ്മയ്ക്ക് 8 മക്കളാ. അതില് 6 ആണും 2 പെണ്ണുമാ. ഞാൻ 5-ാമത്തെ മോളാ. ഏറ്റവും ഇളയ മോന്റെ കൂടെ അമ്മ താമസിക്കുന്നത്. അവരുടെ കുടുംബത്തോടെ സൗദിയിലും ദുബായിലും ആരും നാട്ടിലില്ല. അമ്മയ്ക്ക് ഒരു പപ്പിയുണ്ട്. അവനാണ് അമ്മയുടെ സംരക്ഷണ. അമ്മ അവനെ കുളിപ്പിച്ചു, അവന് ഫുഡ് കൊടുത്തും അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അമ്മനെയാണ് അമ്മയെ കണ്ടില്ലെങ്കിൽ അവൻ അടുത്ത് വന്ന് കിടക്കും. ആരും ഇങ്ങോട്ട് കയറ്റത്തില്ല. ഈ അമ്മയുടെ ആഹാരം എങ്ങനെയാ ഏറ്റവും കൂടുതൽ? അമ്മയുടെ ആഹാരം വന്നാൽ നിങ്ങൾ ചിരിക്കും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പൊറോട്ടയും ചിക്കനുമാണ്. ഈ പൊറോട്ടയും ചിക്കനൊക്കെ മേടിച്ചാലെന്ന് പറഞ്ഞാൽ വോട്ട് മാറ്റി ചെയ്യോ? അമ്മ ഉറക്ക തീരുമാനം വേണമെങ്കിൽ നമ്മൾ പോയി കഴിക്കുക. എന്തോ അവർ വാങ്ങിച്ചു. അമ്മ ഇപ്പൊ ഈ ക്ഷേമ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ അമ്മയ്ക്ക്? ഇല്ല, ക്ഷേമ പെൻഷൻ ഇല്ല. വാർഷിക പെൻഷൻ ഉണ്ട്. അത് കിട്ടിയാലും ആയി, കിട്ടിയില്ലെങ്കിലും ആയി. 2 മാസത്തെ കിട്ടി. 7 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇപ്പൊ 2 മാസത്തെ കിട്ടി. ഇനിയിപ്പം വോട്ട് എപ്പോഴും ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പൊ ഇനിയിപ്പോ ഈ ജയിച്ചു വരുന്നവര് എങ്ങനെ ആകണം എന്നാണ് അമ്മയുടെ ഒരു അഭിപ്രായം? എങ്ങനെ ജയിച്ചു വരുമല്ലോ, MP ആയിട്ടൊക്കെ ഇപ്പൊ ജയിച്ചു വരും. അപ്പൊ അവരെ എങ്ങനെ ആയിരിക്കണം എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ട്? എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നവും നമ്മുടെ പുരോഗതി, നമ്മളെ നാളെ പുരോഗമിക്കണം. നാടിന്റെ പുരോഗതിക്ക് പ്രവർത്തിക്കണം. അവർക്ക് പിന്നെയും വോട്ട് വേണമെന്ന് വിചാരിച്ച് അവർ ചെയ്യണം. നാടിന്റെ പുരോഗതിക്ക് മാത്രമാണ് സരോജിനി അമ്മയുടെ വോട്ട്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.